ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുത്തുകുഴി പള്ളിയിൽ സെൻറ് ജോസഫ് ചർച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ ദൈവവചനം വായിച്ചപ്പോൾ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. യേശു ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ നിൽക്കുകയാണ്. മർത്തയോട് പറയുന്ന ഒരു വാക്കാണ്, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. കുഴിമാടത്തിലാണ്, അരുകിലാണ് യേശു നിൽക്കുന്നതെങ്കിലും മർത്തയോട് പറഞ്ഞ ആ വാക്ക് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ലോക അവസാനം വരെയും നിലനിൽക്കുന്ന വാക്കാണ്, നീ ദൈവമഹത്വം കാണും. പഴയ നിയമത്തിൽ ദൈവമഹത്വത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് കാബോദ്, ഗ്ലോറി എന്നാണ്. ഈ മഹത്വമാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ മൂന്നും ഒരുമിച്ച് യേശുവിനോടൊപ്പം രൂപാന്തരീകരണ മലയിൽ ചെല്ലുമ്പോൾ നടക്കുന്നത്. അവിടെ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുകയാണ്. മോശയുടെ മുഖമെല്ലാം വെട്ടിത്തിളക്കുന്ന ഒരവസരം. അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാബോദാണ് കണ്ടത്. പഴയ നിയമത്തിൽ കാബോദാണ്, മഹത്വമാണ് ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവനുമായി ലഭിച്ചിരുന്നത്. അത് വലിയ അടയാളങ്ങളിലൂടെ ദൈവമഹത്വം ദർശിച്ചു, ഇടിവെട്ടലിലൂടെ ദൈവമഹത്വം ദർശിച്ചു, പല രീതിയിൽ ദൈവമഹത്വം ദർശിച്ചു. ഇന്ന് ഇവിടെ ദൈവമഹത്വം ദർശിക്കുന്നത് എന്താണെന്നാണ് മർത്തയോട് പറയുന്നത്. നിന്റെ സഹോദരൻ മരിച്ചവനാണ്, നിന്റെ മരിച്ച സഹോദരൻ ഉയർക്കുമെന്നുള്ള അതിനു മുമ്പുള്ള ഒരു വചനമാണ്, നീ ദൈവമഹത്വം ദർശിക്കും. അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് യേശു ചോദിക്കുന്നുണ്ട്. കർത്താവേ, ഇത് 3 ദിവസം കഴിഞ്ഞു, മണം വരും, ദുർഗന്ധമുണ്ടായിരിക്കും. അവിടെ ഈശോ പറയുക, നീ വിശ്വസിക്കുക, പുനരുദ്ധാനവും ജീവനും ഞാനാണ്. അപ്പോൾ മരിച്ചുപോയ ആ വ്യക്തികളെല്ലാം സ്വർഗത്തിലുണ്ട്, ദൈവമഹത്വത്തിലാക്കാണ്. നമ്മളെ എല്ലാവരെയും ദൈവം വിളിക്കുന്നത് ദൈവമഹത്വത്തിലേക്കാണ്. ഇന്ന് ആ ദൈവമഹത്വം നമ്മൾ ദർശിക്കുന്നത്, അനുഭവിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിലൂടെ ആ മഹത്വം ദർശിക്കുന്നുണ്ട്. രോഗശാന്തിയിലൂടെ ദൈവമഹത്വം ദർശിക്കുന്നുണ്ട്. സെൻറ് ജോസഫ് ചർച്ച് കുത്തുകുഴി ഈ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് 1995 കാലഘട്ടങ്ങളിൽ ഞാൻ വചനം വന്ന് പ്രസംഗിച്ചത് ഓർക്കുകയാണ്. അന്ന് എൻ്റെ ഗാന ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു വൈദികനുണ്ടായിരുന്നു, ഒരു കൊച്ചച്ചൻ. ആ കൊച്ചച്ചൻ പ്രത്യേക രീതിയിൽ സൗഖ്യപ്പെട്ടത് ഓർക്കുകയും വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്ന സെൻറ് ജോസഫ് പള്ളിയിലാണ് ഞാൻ. ആ ദൈവമഹത്വമാണ് ഇവിടെ ഈ അൾത്താരയിൽ നടക്കുന്നത്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാവിൽ, നമ്മുടെ കരങ്ങളിൽ വെച്ച് തരുമ്പോൾ ദൈവമഹത്വമാണ്. ആ ദൈവമഹത്വം കാബോദ് നിങ്ങൾക്ക് ലഭിക്കാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ചല്ലോ, പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ് കർത്താവെ, അങ്ങ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ലാസറെ നീ പുറത്തു വരിക. ഈ വചനം കേൾക്കുന്ന മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഡിപ്രഷനുള്ള, ക്യാൻസർ രോഗമുള്ള, മറ്റുള്ള എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഈ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക. സണ്ണി പുൽപ്പറമ്പിൽ എന്ന് പറഞ്ഞടിച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലാകും. നിങ്ങളത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.